അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ നാഥനെപ്പറ്റി ആഴത്തിലറിയുക എന്നത് നാഥനെ സൂക്ഷിക്കാനും ഭയപ്പെടാനും അവൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാനും അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഏറ്റവും പ്രചോദിതമായ കാര്യമാണ്. സൂറത്ത് തഹാബിനിലൂടെ അള്ളാഹുത്താലയെ പരിചയപ്പെടുത്തുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനെ പ്രകീർത്തിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദ്. അവനാണ് ആധിപത്യം, അവനാണ് സ്തുതി. ഈ ലോകത്ത് മുഴുവൻ നിയന്ത്രിക്കാനും കൊണ്ടു നടക്കാനും സംഹരിക്കാനും സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിയുന്ന രാജാധിരാജനാണ് അല്ലാഹു തആല. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവന് കഴിയാത്തതായിട്ട് യാതൊരു കാര്യമില്ല. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു. എന്ത് ചെയ്യാനും കഴിവുള്ളവൻ, എന്തു തീരുമാനിക്കാനും കഴിയുന്നവൻ. ഹുവല്ലദീ ഖലഖക്കും. അനാഥൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളെ അവൻ സൃഷ്ടിച്ചു എന്നത്. നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈഭവം അള്ളാഹുവിനുണ്ട്, കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫമിൻകും കാഫിറും വമിൻകും മുഅ്മിനുൻ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സത്യനിഷേധിയുണ്ട്, സത്യവിശ്വാസിയുമുണ്ട്. സത്യവിശ്വാസിയും സത്യനിഷേധിയും ഇടകലർന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലും റഹ്മത്തും കൊണ്ടല്ലാതെ, തൗഫീഖും കൊണ്ടല്ലാതെ ഒരാൾക്കും മുഅ്മിനാകാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലും റഹ്മത്തും തൗഫീഖും നമുക്ക് ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹു ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ അത് പൂർണ്ണമായി നിറവേറ്റുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഇടുന്നതും നിങ്ങളത് കേൾക്കുന്നതുമൊക്കെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളൊരു അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. ഒരു CCTV ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആളുകൾ കാണുമെന്നൊരു ഭയത്താൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ശക്തമായി അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം, ചിന്തിക്കണം. തിന്മ ചെയ്താലും അള്ളാഹു കാണും, അറിയും. നന്മ ചെയ്താലും അങ്ങനെ തന്നെ. ഖലഖ സമാവാതി വൽ അർളു ബിൽ ഹഖ്. ആകാശങ്ങളും ഭൂമിയും അവൻ മുറപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു. വല്ലാത്ത അത്ഭുതമാണ് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, പരാവാരം പരന്നു കിടക്കുന്ന കടൽ വെള്ളം, അതിലോടുന്ന കപ്പലുകൾ, മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങൾ, രാവിലെ ഉദിക്കുന്ന സൂര്യൻ, രാത്രി ഉദിക്കുന്ന ചന്ദ്രൻ, എല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. നിങ്ങൾക്കവൻ രൂപം നൽകുകയും നിങ്ങളുടെ രൂപം അവൻ നന്നാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു നല്ല രൂപത്തെ തന്നതൻ അള്ളാഹുവാണ്. വഇലൈഹിൽ മസീർ. അവങ്കലേക്കാണ് നമ്മുടെ തിരിച്ചുപോക്ക്. അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു പോകേണ്ടി വരുമെന്നൊരു ബോധം വേണം. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ളത് അവൻ അറിയും, ഭൂമിയിലുള്ളതും അവൻ അറിയും. യഅലമു മാ യുസിറൂന വ മാ തുഅ്ലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു തആല അറിയും. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ. വല്ലാത്ത ഒരു വാചകമാണ്. അള്ളാഹു ഹൃദയത്തിലുള്ള അറിയുന്നു. അപ്പോൾ അവൻ നമ്മളെ സൃഷ്ടിച്ചു, അവൻ നമുക്ക് രൂപം നൽകി, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ നമ്മുടെ രൂപത്തെ നന്നാക്കി പ്രവർത്തിക്കുന്നത് അറിയുന്നവനാണവൻ. രഹസ്യവും പരസ്യവും ഹൃദയത്തിലുള്ളതും അറിയുന്നവനാണവൻ എന്ന ഒരു ബോധത്തോടുകൂടി, എന്നൊരു ചിന്തയോടുകൂടി നന്മകൾ ധാരാളമായി തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന വികാരത്തോടുകൂടി ധാരാളം നന്മ ചെയ്ത് സന്തോഷിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.